നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുണ്ട്. ഇത് കണ്ടില്ലേ, പാർക്ക് ചെയ്യുമ്പോൾ എല്ലാ വാഹനങ്ങളും നിരന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ള വണ്ടിയുടെ ഇവിടെ പാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ ചേർന്ന് തന്നെ വരും, നമ്മൾ ഗ്യാപ്പ് ഇട്ട് വരരുത്. നമ്മൾ ചേർന്ന് തന്നെ വന്നിട്ട് നമുക്കിപ്പോ ഈ വെള്ള വണ്ടിയുടെ ഇവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആ വെള്ള വണ്ടി മിററിൽ കാണുന്ന നമുക്ക് മുന്നോട്ട് പോവാം. മുന്നോട്ട് ചെന്നതിന് ശേഷം നിർത്തുക, അതിനുശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുക. നമ്മൾ ആ വണ്ടിയെ മാത്രം ജഡ്ജ് ചെയ്ത് അധികം നമ്മൾ ഗ്യാപ്പ് ഇടരുത്, കൈയുടെ ഗ്യാപ്പ് മാത്രം. ഇപ്പൊ ഇത്രയും ഗ്യാപ്പ് ഇടരുത്, അണ്ട ചെറിയൊരു കൈയുടെ ഗ്യാപ്പ്. അപ്പൊ കാണാതെ കൈയുടെ ഗ്യാപ്പ് വരാതെ ഇരിക്കരുത്, വണ്ടി പോയി തട്ടും. ചെറിയൊരു കൈയുടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് അതേ ലെവലിൽ തന്നെ ആക്കിക്കൊണ്ട് ബാഗിലേക്ക് വരിക. നമ്മുടെ ബാഗിലെ ഹാൻഡിൽ ലോക്കും ആ വണ്ടിയുടെ ആ കിടക്കുന്ന വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ബാഗും ഒരേ ലെവല് വരുന്ന വരെ ബാഗിലേക്ക് വരിക. എന്നിട്ട് അവിടെ നിന്നതിന് ശേഷം ഫുള്ള് നമ്മൾ എങ്ങോട്ട് തിരിക്കണം, ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിക്കുക. ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ചതിന് ശേഷം ബാഗിലേക്ക് എടുക്കുക. പലർക്കും പേടി എന്താ, ഈ ലെഫ്റ്റിലേക്ക് വരുന്ന ഇവിടെ തട്ടുന്നതാണ്. ബാഗിലേക്ക് വരുന്നവർ അവിടെ വൈഡായിട്ടേ പോകുള്ളൂ. കണ്ട, വൈഡായിട്ടേ പോട്ടെ. ഇപ്പൊ വൈഡായിട്ട് പോകുമ്പോൾ ഏത് ഭാഗത്തെ വണ്ടിയെ പോയി തട്ടും? ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ പോയി തട്ടും. ബാഗിലേക്ക് വരുന്നവരും തട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിർത്തുക. അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഫുള്ള് റൈറ്റിലേക്ക് തിരിക്കുക. റൈറ്റിലേക്ക് ഫുള്ള് തിരിക്കണം, പകുതി മാത്രമായിട്ട് തിരിക്കരുത്, അല്ലെങ്കിൽ നേരെ ആക്കിക്കൊണ്ട് പോകരുത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകും. ഫുള്ള് റൈറ്റോട്ട് തിരിച്ചാലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റിലേക്കും ബാക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കത്തുള്ളൂ. അപ്പം മുന്നോട്ട് എടുക്കും തോറും രണ്ട് വണ്ടിയുടെ ഗ്യാപ്പുകൾ ഒരേപോലെ ആകുന്ന സമയം വരെ മുന്നോട്ട് പോവാം. ഒരേ ഗ്യാപ്പ് നമുക്ക് കറക്റ്റ് ആണ് എന്ന് കണ്ടാൽ അവിടെ നിർത്തുക, റിവേഴ്സ് ഗിയർ കൊടുക്കുക, വീല് സ്ട്രെയിറ്റ് ആക്കുക. ഈ വീല് സ്ട്രെയിറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ ഇതേ സ്ട്രെയിറ്റ് തന്നെ ബാക്കിലേക്ക് വരരുത്. കിടക്കുന്ന വണ്ടിയുടെ അങ്ങേ ബാക്കി ഭാഗം രണ്ട് മൂല ഒരേ ലെവൽ ആകുന്ന വരെ ബാക്കിലേക്ക് വരിക. അപ്പൊ ബാക്കി കറക്റ്റ് ലെവൽ അല്ലെങ്കിൽ എവിടെ ലെവൽ ആക്കണമെങ്കിൽ രണ്ട് ലെവലും രണ്ട് മിററും നോക്കി രണ്ട് ഒബ്ജക്റ്റ് കറക്റ്റ് ആക്കി ബാക്കിലേക്ക് ഇതേപോലെ വരിക. അങ്ങനെ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡ് ഒരുപോലെ എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് ചെയ്ത് വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത് അതിരമ്പുഴ, കോട്ടയം ജില്ല അതിരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണം ഈ ആഗ്രഹമാണ്, എന്നെ കോൺടാക്ട്. നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക.